ഇപ്പം ഞാൻ കുറച്ച് ഫുഡുകളുടെ പേര് വായിക്കും. അപ്പോൾ ഡോക്ടർ അത് നല്ലതാണോ ചീത്തയാണോ ശരീരത്തിന് എന്നുള്ളതാണ് ഡോക്ടർ പറയേണ്ടത്. ആ ഒരു ആംഗിളിൽ നിന്നാണ് പറയേണ്ടത്. ഓട്സ് നല്ലതാണ്. ഓട്സിനകത്തിൽ നല്ലതെന്ന് പറയാൻ ഒന്ന് കാലറിയും കുറവാണ്, കാൽഷ്യം കൂടുതലുണ്ട്. വീറ്റ് ആൻഡ് റൈസ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഉള്ളതിൽ മെച്ചം ഹോൾ വീറ്റ് അതാണ്. റൈസിനകത്തിൽ ബസുമതി പോലുള്ള റൈസാണ് ഇച്ചിരൂടെ ബെറ്റർ. ഫിഷ് ഏറ്റവും നല്ല ഒരെണ്ണമാണ്. അതിൽ നമുക്ക് നല്ല ഇത് കിട്ടുന്നതാണ്. പ്രോട്ടീനും കിട്ടും, വൈറ്റമിൻ ഡി കിട്ടും, കാൽഷ്യം കിട്ടും. മീറ്റ് നമുക്ക് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷേ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട്, യൂറിക് ആസിഡ് പ്രശ്നങ്ങളുണ്ട്. അത് ഫുൾ ഓഫ് പ്രോട്ടീനാണത്. അതിൽ ഒരളവ് വരെ നമുക്ക് കാൽഷ്യം കിട്ടും. ചില ഭാഗങ്ങൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അതായത് അതിൻ്റെ മീറ്റിലെ കരൾ പോലുള്ള ഭാഗങ്ങൾ എടുത്താൽ. എഗ്സ് ഒരു ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അതിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മഞ്ഞ അതിനകത്ത് മുഴുവൻ കൊളസ്ട്രോളാണെന്നുള്ളത് കൊണ്ടാണ്. അതിൽ നമ്മുടെ ദൈനംദിന ഇൻടേക്കിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു മുട്ടയ്ക്കകത്തിലെ കാലറി എന്ന് പറഞ്ഞാൽ 69 കാലറിയേ ഉള്ളൂ. അപ്പോൾ അത്ര കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട കഴിക്കാം. സീഡ് ഓയിൽ ഏത് സീഡാണ്? ഇൻ ജനറൽ സീഡ് ഓയിൽസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. ഇതിൽ ചില കാര്യങ്ങൾ ലിൻസീഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ചില സീഡ്, ഒലിവ് ഓയിൽ, അതൊക്കെ ഏറ്റവും ബെറ്ററാണ്. നമ്മൾ പാവം വെളിച്ചെണ്ണയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ നമുക്ക് മിതമായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ട് ഒരു പ്രശ്നമുള്ളതല്ല. ഘീ സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് അവിടെ ഇഷ്യൂ വന്നേക്കുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് ഒരു പരിധി കൂടുതൽ വേണ്ട. അതിൽ ഏറ്റവും കുഴപ്പക്കാരനാണ് നമ്മുടെ വനസ്പതിയൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ഏറ്റവും കുഴപ്പക്കാരൻ. ടേബിൾ സോൾട്ട്, ഉപ്പ് മിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചില അസുഖങ്ങളുള്ള ആൾക്കാർ, അതായത് വെയിറ്റ് കൂടുന്ന ആൾക്കാർ, ബ്ലഡ് പ്രഷർ കൂടുന്ന ആൾക്കാർ അതൊക്കെ കുറയ്ക്കണം. ഇപ്പം പാലിന് പകരം ഓട്ട് മിൽക്ക്, സോയ് മിൽക്ക്, ആൽമണ്ട് വളരെ നല്ലതാണ്. അത് പാലിനെ നമ്മൾ മിതമായ രീതിയിൽ കഴിക്കുന്നതിന് പ്രശ്നമില്ല. അതിനകത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിംഡ് മിൽക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനുണ്ട്, കാൽഷ്യം ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് സോയ മിൽക്കുണ്ട്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള മിൽക്കുകളുണ്ട്. അതെല്ലാം നല്ല കാൽഷ്യം പ്രോട്ടീനൊക്കെ ഉള്ളത് തന്നെയാണ്. ജങ്ക് ഫുഡ് നോ എ ബിഗ് നോ. കാരണം അത് നമുക്ക് ജങ്ക് ഫുഡിനകത്തിൽ ഇപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ബർഗറിനകത്ത് നിന്ന് അതിൽ ഒരു ലെറ്റൂസ് എടുത്ത് കാണിച്ചിട്ട് ഞാനും വെജിറ്റബിൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി മൊത്തം 99.9% ഇതിനകത്തിൽ ജങ്ക് കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ കോസസ് ഞാൻ വായിക്കുന്ന സാധനങ്ങൾ, അപ്പോൾ ഡോക്ടർ ഇതൊരു കോസാണോ അല്ലയോ എന്നുള്ളത്. സ്മോക്കിംഗ് ബിഗ് കോസ്. ഡ്രിങ്കിങ് മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനകത്തിൽ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് കോസ്. വെയ്പ്പിംഗ് ഇപ്പം എല്ലാവരും സ്മോക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല, വെയ്പ്പിംഗ് എന്ന് പറഞ്ഞ് ഈ സിഗരറ്റ് പോലത്തെ വെയ്പ്പ് ചെയ്യുന്നില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയില്ല. ഓക്കെ. ലാക്ക് ഓഫ് എക്സസൈസ്, അത് ഒരു കില്ലറാണ്. ടു മച്ച് എക്സസൈസിനകത്തിൽ അത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. മസിൽ പെയിൻ ആകാം, മസിൽ സ്ട്രെയിൻ വരാം. പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ മറ്റ് ചില ഒരു ലൈസസ്, നമ്മുടെ മസിലിന് കൂടുതൽ ഡാമേജ് വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇനി ലാക്ക് ഓഫ് മിൽക്ക് ഇൻടേക്ക്, പാലിൻ്റെ അളവെടുക്കുന്നത് കുറയുന്നത്. അത് പകരം നമ്മൾ ബാക്കി കൊണ്ട് സപ്ലിമെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് മിൽക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജൊക്കെ ഉണ്ട്. ലാക്ക് ഓഫ് കാൽഷ്യം ഉള്ള ഫുഡ്, അതായത് കാൽഷ്യം ഉള്ള ഫുഡിൻ്റെ കുറവ് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകും. അത് നമുക്ക് ഓസ്റ്റിയോപോറോസും വരാം, കാൽഷ്യം ഡെപ്ലീഷൻ ഉണ്ടാകാം. ബോഡി വെയ്റ്റ് നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് വയ്ക്കണം. 20 to 23 ആണ് ഏഷ്യൻസിനുള്ള ഓപ്റ്റിമം ബോഡി മാസ് ഇൻഡെക്സ്. വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്, വളരെ കൂടിക്കഴിഞ്ഞാൽ മോർബിഡ് ഒബീസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വെയിറ്റ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള ഓസ്റ്റിയോപോറോസിസ്, മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിനും ഒരുപാട് നന്ദി ഡോക്ടർ. വളരെ സന്തോഷം.